ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ നഗരസഭയുടെ മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് ശോചനീയാവസ്ഥയിൽ. നാളുകളായി അടഞ്ഞുകിടന്നിരുന്ന മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് തുറന്നു നൽകിയെങ്കിലും പൊടിശല്യം രൂക്ഷമാണ്. അതോടൊപ്പം തന്നെ അടഞ്ഞുകിടക്കുന്ന ശുചിമുറി തുറന്നു നൽകാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള പഴക്കമേറിയ മാർക്കറ്റ് ബസ് സ്റ്റാൻഡിന്റെ ദുരവസ്ഥയ്ക്ക് അറുതിയായില്ല. റോഡ് നിർമ്മാണത്തെ തുടർന്നും സ്റ്റാൻഡിൽ മണ്ണ് കൂട്ടിയിട്ടിരുന്നതിനാലും 2 മാസത്തോളം അടച്ചിട്ടിരുന്ന ബസ് സ്റ്റാൻഡ് തുറന്നു നൽകിയെങ്കിലും പൊടിശല്യം രൂക്ഷമായിരിക്കുകയാണ്. സ്റ്റാൻഡിനുള്ളിൽ കൂട്ടിയിട്ടിരുന്ന മണ്ണിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നതിനാലാണ് സ്റ്റാൻഡിനുള്ളിൽ പൊടിപടലം ഉയരാൻ കാരണം. ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുമ്പോഴും യാത്ര ആരംഭിക്കുമ്പോഴും വലിയ പൊടിപടലമാണ് ഉയരുന്നത്. ഇത് യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ദുരിതമാവുകയാണ്. ഇതുകൂടാതെ വിവിധയിടങ്ങളിലായി കൂട്ടിയിട്ടിരുന്ന ഇന്റർലോക്ക് കട്ടകളും മറ്റ് മാലിന്യങ്ങളും പൂർണ്ണമായി നീക്കം ചെയ്തിട്ടില്ല. ഇതിനെല്ലാം പുറമെ സ്റ്റാൻഡിനുള്ളിലെ ശുചിമുറി അടഞ്ഞു കിടക്കുന്നതും യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ബുദ്ധിമുട്ടാവുകയാണ്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച നഗരസഭയുടെ ടേക്ക് എ ബ്രേക്ക് ശുചിമുറിയാണ് വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്നത്. വെള്ളം ലഭിക്കാത്തതിന്റെ പേരിലാണ് ശുചിമുറി അടച്ചുപൂട്ടിയത്. എന്നാൽ ശുചിമുറി അടഞ്ഞു കിടക്കുന്നതോടെ സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരും ജീവനക്കാരും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ബുദ്ധിമുട്ടുകയാണ്. നഗരസഭയുടെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റാൻഡുകളിലൊന്നായ കാവങ്കര മാർക്കറ്റ് ബസ് സ്റ്റാൻഡിന് ശാപമോക്ഷം വേണമെന്നാണ് ആവശ്യമുയരുന്നത്. ഇതോടൊപ്പം തന്നെ ചില സ്വകാര്യ ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.